പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാണ് ദൂതൻ നൽകുന്ന വിശദീകരണം. രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ ചിത്രീകരിക്കുന്നത്. നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്നതാണ് രക്ഷകൻ്റെ വരവിനെക്കുറിച്ച്. ആ രക്ഷകന് വേണ്ടിയുള്ള പ്രതീക്ഷകൾ എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശക്തമായി പ്രകടമായത് യഹൂദരുടെ ഇടയിലാണ്, ഇസ്രായേൽ ജനത്തിൽ. ഇസ്രായേൽ ജനത്തിൽ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു രക്ഷകൻ വരും. ആ രക്ഷകൻ എങ്ങനെ വരും, എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നസറത്തിലെ കന്യകയായ മറിയത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അറിയിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു എന്ന് കേട്ടപ്പോൾ, അത് തന്നിലൂടെ ആണ് പൂർത്തിയാകുന്നതെന്ന് കേട്ടപ്പോൾ മറിയത്തിന് തീർച്ചയായും വിസ്മയമുണ്ടായി കാണും. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ള മറിയത്തിൻ്റെ ചോദ്യം വിശ്വാസരാഹിത്യത്തെക്കാൾ കൂടുതൽ വിസ്മയവും അതോടൊപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ദൈവം എന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതുമായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ കൊടുത്തു മറുപടി, ദൈവത്തിൻ്റെ ആത്മാവ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിഴലിക്കും. അതിനാൽ നിന്നിൽ ജനിക്കുന്ന പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. അത് മറിയത്തിൽ സംഭവിക്കുന്നു. ഇത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നതിന് വേറെയും തെളിവുകൾ നിരത്തുകയാണ് ദൂതൻ. വന്ധ്യയും വൃദ്ധയുമായിരുന്ന എലിസബത്ത് ആ വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു, 6-ാം മാസം ആണ് എന്നും പറയുമ്പോൾ അതൊരു ഉദാഹരണമാണ്. അസാധ്യമെന്ന് തോന്നുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കും? ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ പോവുക. അത് രോഗമായിരിക്കാം, അതല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാവാം, നമുക്ക് തന്നെയുള്ള ബലഹീനതകളാവാം, ലോകത്തിൻ്റെ തന്നെ പോക്കിനെക്കുറിച്ചായിരിക്കാം ഉത്കണ്ഠപ്പെടുക. ഇത് എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുക? ഇവിടെ ദൈവം നൽകുന്ന സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുക. രക്ഷാചരിത്രത്തിലുടനീളം ഇതിൻ്റെ സംഭവങ്ങൾ ധാരാളം കാണും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒറ്റ വാക്കുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് എന്താണുള്ളത്? ചെങ്കടൽ വറ്റിച്ചവന്, മരുഭൂമിയിൽ മന്ന പൊഴിച്ചവന്, ഇസ്രായേൽ ജനത്തെ ഒരു ജനമാക്കി, അടിമകളെ ഒരു ജനമാക്കി വളർത്തിയവന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തെളിവുകളായി നിൽക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരും. അത് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് എന്നെ നയിക്കുന്നതാവാം. മരണത്തിൽ നിന്നും ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. മരിച്ചു മണ്ണിടിഞ്ഞവനെ വീണ്ടും ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് എല്ലാം സാധിക്കും. ഈ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന കാര്യം നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തിന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറിയം വിശ്വസിച്ചു. മറിയത്തിൻ്റെ ഉദരത്തിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചു. ദൈവം മനുഷ്യനായി, മനുഷ്യന് രക്ഷയായി. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് മറിയത്തെക്കുറിച്ച് എലിസബത്തിനോട് പ്രകീർത്തിക്കുകയും ചെയ്തു. വിശ്വാസമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് കളമൊരുക്കുന്നത്. മറിയത്തെപ്പോലെ വിശ്വസിക്കാനും, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് ഇത് നിറവേറട്ടെ എന്ന് പറയാനും കർത്താവ് തന്നെ നമുക്ക് കൃപ ചെയ്യട്ടെ. അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിക്കുക.